ജീവിതത്തിൽ തൃപ്തരാകാത്തവർ. മറ്റുള്ളവരെ തങ്ങളെക്കാൾ സന്തോഷമുള്ളവരായി കരുതുന്നവർ. മനോഹരമായ ഒരു ചെറുകഥയാണ്. പണ്ട് ഒരു കാക്ക ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെ അസന്തുഷ്ടനാണ് അഞ്ഞൂർ. ഒരു ദിവസം കാക്ക ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നു കരയാൻ തുടങ്ങി. ഒരു കാക്ക കരയുന്നത് അവൻ കണ്ടു. സന്യാസി കാക്കയോട് എന്താണ് എന്ന് ചോദിച്ചു. കാര്യം, എന്റെ സുഹൃത്തേ, നീ എന്തിനാണ് കരയുന്നത്? കാക്ക പറഞ്ഞു, ഹേ ഗുരോ, എന്റെ മനസ്സിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ജീവിതം. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആളുകൾ എന്നെ അപമാനിക്കുന്നു. ആരും എനിക്ക് കഴിക്കാൻ ഒന്നും തരുന്നില്ല. എല്ലാവരും എന്നെ വെറുക്കുന്നു. മരണം ഇത്തരമൊരു ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കാക്കയുടെ വാക്കുകൾ കേട്ട് വിശുദ്ധന്റെ ഹൃദയത്തിന് അനുകമ്പ തോന്നി. കാക്കയോട്, സുഹൃത്ത്, ഏത് സാഹചര്യം വന്നാലും സന്തോഷിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കാക്ക മുനിയുടെ ബുദ്ധി മനസ്സിലാക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, സങ്കടപ്പെടാൻ പാടില്ല. നീ എന്തായിരിക്കണമെന്ന് എന്നോട് പറയൂ. എനിക്ക് അത് സാധ്യമാക്കാം. ജാലവിദ്യ. കാക്ക സന്തോഷത്തോടെ പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടവനെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ദയവായി എന്നെ ഹംസയാക്കൂ. സന്യാസി, ശരി, അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ഹംസയാക്കും. എന്നാൽ ആദ്യം ഹംസയുടെ സ്ഥലത്ത് പോയി അത് ജീവിതത്തിൽ സന്തോഷമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. നിങ്ങൾ പോയി കണ്ടെത്തൂ. അതുവരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കും. ഹംസത്തെ കാണാൻ കാക്ക സന്തോഷത്തോടെ പറന്നു. ഒരു ഹംസം ഒരിക്കലും കണ്ടെത്തിയില്ല. അത് ഒരു കുളത്തിൽ നീന്തുന്നു. അതിനൊപ്പം പോയി. നീ എത്ര സുന്ദരിയാണ്. നീ പാൽ പോലെ വെളുത്തതാണ് അഞ്ഞൂർ. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നിങ്ങളായിരിക്കണം. ഹംസം സങ്കടത്തിലാണ്. ഹൃദയമുള്ള കാക്ക പറഞ്ഞു, ഇല്ല എന്റെ സുഹൃത്ത്, ഞാൻ സന്തോഷവാനല്ല. ലോകത്ത് ഒരുപാട് മനോഹരമായ നിറങ്ങളുണ്ട്. പക്ഷേ എനിക്ക് നിറമില്ല. വെള്ള നിറം മാത്രം. തത്തയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളത്. അതൊരു പക്ഷിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ വർണ്ണാഭമായതാണ്. ഇത് കേട്ട് കാക്ക പറന്ന് തത്തയുടെ അടുത്തെത്തി. കാക്ക മുതൽ തത്ത വരെ, ഓ തത്ത, നിങ്ങൾ വളരെ വർണ്ണാഭമായതും മനോഹരവുമാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നിങ്ങളായിരിക്കണം അഞ്ഞൂർ. കാക്ക തത്തയോട് സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല സുഹൃത്തേ, എനിക്ക് സന്തോഷമില്ല. ആളുകൾ തത്തകളെ കൂടുകളിൽ വളർത്തുന്നത് നിങ്ങൾ കാണുന്നു. ആരെങ്കിലും എന്നെ പിടികൂടി കൂട്ടിൽ കയറ്റുമോ എന്ന് ഞാൻ എപ്പോഴും ഭയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു മയിലാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി അഞ്ഞൂർ. അവൻ എന്നെക്കാൾ നിറമുള്ളവനാണ്. ഇത് കേട്ട് കാക്ക മയിലിനെ തേടി പറന്നു. ഒരു നീണ്ട തിരച്ചിലിനൊടുവിൽ മൃഗശാലയിലെ കൂട്ടിൽ മയിലെ കണ്ടെത്തി. തന്നെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നത് കാക്ക കണ്ടു. ആളുകൾ പോയിക്കഴിഞ്ഞ് കാക്ക മയിലിന്റെ അടുത്തെത്തി. പ്രിയ മയിലെ, നീ വളരെ സുന്ദരിയാണ്. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ കാണാൻ ദിവസവും വരുന്നു. പക്ഷേ ആളുകൾ എന്നെ കണ്ടാൽ ഉടൻ തന്നെ അവർ എന്നെ ഓടിക്കുക. ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി നിങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. മയിൽ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, ഈ ഗ്രഹത്തിലെ ഏറ്റവും സുന്ദരിയും സന്തോഷവതിയുമായ പക്ഷി ഞാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ എന്റെ സൗന്ദര്യം കാരണം ഞാൻ ഈ മൃഗശാലയിൽ കുടുങ്ങി. ആളുകൾ എന്റെ വർണ്ണാഭമായ തൂവലുകൾ പറിച്ചെടുത്ത് അലങ്കാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാൻ സന്തോഷവാനല്ല. മയിലിൽ നിന്ന് ഇത് കേട്ട് കാക്ക അത്ഭുതപ്പെട്ടു. നിങ്ങൾ സന്തുഷ്ടനല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി ആരാണെന്ന് നിങ്ങൾ കരുതുന്നു? ഞാൻ മൃഗശാല വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു. കൂട്ടിലിടാത്ത ഒരേയൊരു പക്ഷി കാക്കയാണെന്ന് മനസ്സിലായി. മയിൽ പറഞ്ഞു, ആളുകൾ അതിന് ശ്രമിക്കാറില്ല. നിന്നെ പിടികൂടി കൂടുകളിൽ ഇട്ടു അഞ്ഞൂർ. അതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീ ആയിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചുറ്റി നടന്നു. ഞാൻ സ്വതന്ത്രനാകും. കാക്ക അവിടെ നിന്നും പറന്നുപോയി. ഇന്ന് ആദ്യമായി ഒരു കാക്കയായി സന്തോഷമായി. അത് വീണ്ടും കാട്ടിലേക്ക് വന്നു. എനിക്ക് ഒന്നും ആകാൻ ആഗ്രഹമില്ല. കാക്കയായതിൽ എനിക്ക് സന്തോഷമില്ല. ഇതും നമ്മുടെ പ്രശ്നമാണെന്ന് ജീവിതത്തിൽ കണ്ടാൽ നമ്മൾ അനാവശ്യമായി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും സങ്കടപ്പെടുകയും സ്വയം ശപിക്കുകയും ചെയ്യുന്നു. നമുക്കുള്ളതിനെ നാം വിലമതിക്കുന്നില്ല. ഇതെല്ലാം അസന്തുഷ്ടിയുടെ ദുഷിച്ച ചക്രങ്ങളിലേക്ക് നയിക്കുന്നു. ഇല്ലാത്തത് നോക്കുന്നതിന് പകരം ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക. നിങ്ങളെക്കാൾ കൂടുതലോ കുറവോ ഉള്ള ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷവാനായിരിക്കാൻ കഴിയില്ല. ഉള്ളതിൽ സംതൃപ്തനായ വ്യക്തി ലോകത്തിലെ സന്തോഷമുള്ള വ്യക്തി. ഇതാണ് കറേജ് ടു ആക്ട് മോട്ടിവേഷൻ കഥകൾ.